പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ 11ാം ക്ലാസ് അക്കൗണ്ടൻസിയിലെ 13ാമത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ള പാഠഭാഗമാണ് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ്ലി അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? A computerized accounting system is an accounting information system that processes the financial transactions and events as per generally accepted accounting principles to produce reports as per user requirements. ധനപരമായിട്ടുള്ള ഇടപാടുകളെയും സംഭവങ്ങളെയും അക്കൗണ്ടിംഗ് തത്വങ്ങൾക്കനുസരണമായി പ്രോസസ്സ് ചെയ്തുകൊണ്ട് ആവശ്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനുള്ള വിവര സംവിധാനമാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത അക്കൗണ്ടിംഗ് സമ്പ്രദായം. ഇൻ എ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, ദ സ്റ്റോറേജ്, പ്രോസസ്സിംഗ് ആൻഡ് റിട്രൈവൽ ഓഫ് ഫിനാൻഷ്യൽ ഡേറ്റ ഈസ് ഡൺ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ധനകാര്യ ഡേറ്റയെ സംഭരിക്കാനും പ്രോസസ്സ് ചെയ്യാനും ആവശ്യാനുസരണം വീണ്ടെടുക്കാനും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ആവശ്യമാണ്. മോഡേൺ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റംസ് ആർ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഡേറ്റാബേസ്. ദ അക്കൗണ്ടിംഗ് ഡേറ്റാബേസ് ഈസ് വെൽ ഓർഗനൈസ്ഡ് വിത്ത് ആക്റ്റീവ് ഇൻ്റർഫേസ് ദാറ്റ് യൂസസ് അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റംസ്. ആധുനിക കമ്പ്യൂട്ടർ അധിഷ്ഠിത അക്കൗണ്ടിംഗ് സമ്പ്രദായങ്ങൾ ഡേറ്റാബേസ് എന്ന ആശയത്തിൽ ഊന്നിയിട്ടുള്ളവയാണ്. അക്കൗണ്ടിംഗ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളും റിപ്പോർട്ടിംഗ് സിസ്റ്റവും ഉൾപ്പെടുന്ന പ്രവർത്തന തലങ്ങളെ സമന്വയിപ്പിച്ചാണ് അക്കൗണ്ടിംഗ് ഡേറ്റാബേസുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. നെക്സ്റ്റ് we shall discuss about the different database concepts. Firstly, about what is a data. Facts and figures about an entity like people, places, organizations, events, etc. are called data. Financial data is usually expressed in monetary units like cost of production, sales revenue, etc. ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ സ്ഥാപനത്തെയോ സംഭവത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങളെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ്ങിൽ പരിഗണിക്കുന്ന ധനകാര്യ ഡേറ്റ പൊതുവിൽ പണപരമായി പ്രസ്താവിക്കാൻ കഴിയുന്നവയാണ്. ഉദാഹരണമായി ഉൽപാദന ചെലവ്, വിറ്റുവരവ് മുതലായവ. Secondly, about database. Database is a collection of data that can be shared or used for multiple purposes. Examples: telephone directory, list of students, etc. The computerized accounting is one of the database-oriented applications wherein the transaction data is stored in well-organized database. വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും പങ്കുവെക്കാനും കഴിയുന്ന ഡേറ്റകളുടെ സമാഹാരമാണ് ഒരു ഡേറ്റാബേസ്. ഒരു ടെലിഫോൺ ഡയറക്ടറി, സ്കൂളിലെ കുട്ടികളുടെ ലിസ്റ്റ് എന്നിവയൊക്കെ ഒരു ഡേറ്റാബേസ് ആയി പരിഗണിക്കാവുന്നതാണ്. നിരവധി ബിസിനസ് ഇടപാടുകളെ ശേഖരിച്ചു വെക്കുന്ന ഒരു ഡേറ്റാബേസ് ആപ്ലിക്കേഷനാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത അക്കൗണ്ടിംഗ് സമ്പ്രദായം. തേർഡ്ലി, Database Management System, DBMS. DBMS is a software for storing and retrieving users' data. It consists of a group of programs which manipulate the database. ഡേറ്റയെ സംഭരിച്ചു വെക്കാനും ആവശ്യമുള്ളപ്പോൾ വീണ്ടെടുക്കാനും ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് DBMS, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഡേറ്റാബേസുകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് അബൌട്ട് ദ ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഡേറ്റാബേസ്. ഒരു ഡേറ്റാബേസിൻ്റെ അനിവാര്യ ഘടകങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ എനി ഡേറ്റാബേസ് ഓറിയൻറ്റഡ് ആപ്ലിക്കേഷൻ ഹാസ് 4 ബേസിക് റിക്വയർമെൻറ്റ്സ്. ഒരു DBMSന് വേണ്ട അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഡേറ്റാബേസിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. 4 അടിസ്ഥാന ഘടകങ്ങളാണ് ഒരു ഡേറ്റാബേസിന് ആവശ്യമായിട്ടുള്ളത്. ഒന്നാമതായി, ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ്. ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്റ്റീവ് ലിങ്ക് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഡേറ്റാബേസ് through which the user communicate with the backend. Example:
A purchase transaction entered through purchase voucher in computer accounting software. ഡേറ്റാബേസിൻ്റെ ബാഹ്യതലമാണിത്. ഒരു യൂസർ ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെടുന്നത് ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസിലൂടെയാണ്. ഉദാഹരണമായിട്ട് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഒരു പർച്ചേസ് വൗച്ചറിലൂടെ സാധനങ്ങൾ വാങ്ങുന്നത് എൻ്റർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ നൽകിയിരിക്കുന്ന ഒരു ഫോർമാറ്റിൽ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ കുട്ടികൾക്ക് ലഭ്യമായിട്ടുള്ള ഒരു ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസാണ് നൽകിയിരിക്കുന്നത്. ഏകജാല സംവിധാനത്തിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലെ ഒരു ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസാണ് ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. രണ്ടാമതായി ബാക്ക് എൻഡ് ഡേറ്റാബേസ് ആണ് ഒരു ഡേറ്റാബേസിനുണ്ടാവേണ്ടത്. എ ഡേറ്റാ സ്റ്റോറേജ് സിസ്റ്റം ഹിഡൻ ഫ്രം ദ യൂസർ. ഡേറ്റാബേസിൻ്റെ ആന്തരിക തലമാണിത്. ഒരു യൂസർക്ക് നേരിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ് ബാക്ക് എൻഡ് ഡേറ്റാബേസ്. ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്കാണ് സാധാരണഗതിയിൽ ബാക്ക് എൻഡിൽ ആക്സസിബിലിറ്റി ഉണ്ടാവുക. മൂന്നാമതായി ഡേറ്റ പ്രോസസ്സിംഗ്. എ സീരീസ് ഓഫ് ആക്ഷൻസ് ടു ട്രാൻസ്ഫോം ദ ഡേറ്റ ഇൻറ്റു യൂസ്ഫുൾ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡേറ്റയെ ഉചിതമായി പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. നാലാമതായി റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഇറ്റ് പ്രൊവൈഡ്സ് മീനിങ്ഫുൾ ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ്. ഡേറ്റാബേസിൽ ആവശ്യമുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാനുള്ള സംവിധാനം വേണം. ഉദാഹരണമായിട്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ ജനറേറ്റ് ചെയ്യാൻ കഴിയണം. നെക്സ്റ്റ് അബൌട്ട് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് മാനുവൽ അക്കൗണ്ടിംഗ്. കമ്പ്യൂട്ടർ അധിഷ്ഠിത അക്കൗണ്ടിങ്ങും പരമ്പരാഗതമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കരകൃത അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഫസ്റ്റ് കോളത്തിൽ ബേസിസ് ആണ് നൽകിയിരിക്കുന്നത്. സെക്കൻഡ് കോളത്തിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകതകളും മൂന്നാമത്തെ കോളത്തിൽ മാനുവൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകതകളുമാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ വ്യത്യാസം ശ്രദ്ധിക്കുക. ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി ഓഫ് റിസൾട്ട്സ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ദ റിസൾട്ട്സ് ആർ അവൈലബിൾ അറ്റ് എനി ടൈം. ബട്ട് ഇൻ മാനുവൽ അക്കൗണ്ടിംഗ് റിസൾട്ട്സ് ആർ അവൈലബിൾ at the end of the year. And secondly, on the basis of speed and accuracy. In computerized accounting, it has great speed and accuracy. But manual accounting will take a lot of time. The third base is storage and retrieval of data. In computerized accounting, large data in a little space and retrieval is very easy. But in case of manual accounting, a large number of books are required and retrieval is not an easy task. കൂടുതൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഡേറ്റയെ റീകളക്ട് ചെയ്യാൻ വേണ്ടി കൂടുതൽ സമയം ആവശ്യമായിട്ടുണ്ട്. ഫോർത്തിലി, ഓൺ ദ ബേസ് ഓഫ് അക്കൗണ്ട് സ്പെസിഫിക്കേഷൻസ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് accounting specifications should be made only in the beginning. That is, accounts are to be specified as assets, liabilities, etc. In manual accounting, there is no need to specify the type of account. The fifth difference is on the basis of coding. In computerized accounting, coding is essential. But in manual accounting, coding is not needed. Next about the closing entries. In computerized accounting, no need to give closing entries. It is automatic. In manual accounting, closing entries are necessary. Computerized accounting ഓട്ടോമാറ്റിക്കായി അവിടെ ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്യപ്പെടും. എന്നാൽ മാനുവൽ അക്കൗണ്ടിങ്ങിൽ വർഷാവസാനം ക്ലോസിംഗ് എൻട്രീസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതുണ്ട്. ലാസ്റ്റ്ലി അബൌട്ട് എറേഴ്സ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ദർ ഈസ് ലെസ് ചാൻസ് ഫോർ എറേഴ്സ്. ബട്ട് ഇൻ മാനുവൽ അക്കൗണ്ടിങ് ദർ ഈസ് മോർ ചാൻസ് ഫോർ എറേഴ്സ്. നെക്സ്റ്റ് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടർ അധിഷ്ഠിത അക്കൗണ്ടിംഗ് സമ്പ്രദായത്തിൻ്റെ മേന്മകൾ എന്തെല്ലാമെന്ന് ചർച്ച ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സ്പീഡ്. കൂടിയ വേഗതയുണ്ട്. ഡേറ്റ പ്രോസസ്സിംഗ് ഇൻ എ ലൈറ്റ്നിങ് സ്പീഡ്. സെക്കൻഡ്ലി ആക്യുറസി, കൃത്യതയാണ്.
രണ്ടാമത്തെ മേന്മ. Greater accuracy, because same data need not be entered repeatedly. Thirdly, reliability, വിശ്വാസ്യത, more reliable than human beings, free from tiredness, boredom, etc. നാലാമതായി, up to date information, നിമിഷം തോറുമുള്ള പുതിയ വിവരങ്ങൾ ലഭ്യമാണ്. As and when the data is entered, it will be reflected in all the reports on a real-time basis. Fifth one is real-time user interface. തത്സമയ സമ്പർക്ക തലം ലഭ്യമാണ്. Information is available to the users at the same time as it is linked with the network. Sixthly, automated document production. റിപ്പോർട്ടുകൾ യാന്ത്രികമായി തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. All documents or reports are readily available on a mouse click. Seventh advantage is legibility. കൂടുതൽ വ്യക്തതയുള്ളതാണ്. The reports are more legible than handwritten words. എഴുതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് പോലെയല്ല കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ ലെജിബിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് എഫിഷ്യൻസി, കാര്യക്ഷമത. ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സസ് ആൻഡ് ടൈം എൻഷുവേഴ്സ് എഫിഷ്യൻസി. നെക്സ്റ്റ് വൺ ഈസ് ക്വാളിറ്റി റിപ്പോർട്ട്സ്, ഗുണമേന്മയുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നു. Error-free reports are generated through computerized accounting system. Next one is MIS report. മാനേജ്മെൻറ്റിന് യഥാസമയത്ത് വേണ്ട റിപ്പോർട്ടുകൾ തീരുമാനമെടുക്കാനുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നു. MIS reports or instructions can be integrated with accounting. Example, credit limit to a customer can be set. Next one is storage and retrieval. കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ആവശ്യാനുസരണം ഡേറ്റയെ എളുപ്പത്തിൽ വീണ്ടെടുക്കാൻ കഴിയുന്നു. ലെസ് സ്പേസ് ഈസ് റിക്വയർഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് ഓൾസോ റിട്രൈവൽ ഓഫ് ഡേറ്റ ഈസ് വെരി ഈസി. നെക്സ്റ്റ് അബൌട്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ അധിഷ്ഠിത അക്കൗണ്ടിംഗ് സമ്പ്രദായത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, പരിശീലന ചെലവുകളാണ്. A huge amount may be spent for training purpose to acquaint the employees with the system. Secondly, staff opposition. ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പാണ്. Fear of employees that there shall be less importance in the organization. തങ്ങളുടെ ജോലി കമ്പ്യൂട്ടറുകൾ കൈയടക്കുമെന്നുള്ളൊരു പേടിയുണ്ടാവാം. Thirdly, disruption. പ്രാരംഭത്തിലുള്ള തടസ്സങ്ങളാണ്. ഏത് സംവിധാനവും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള പ്രാരംഭ തടസ്സങ്ങൾ ഇവിടെ ഉണ്ടാവാം. ഇറ്റ് വിൽ സഫർ ലോസ് ഓഫ് ടൈം ഇൻ ദ ബിഗിനിങ് സ്റ്റേജ്. നെക്സ്റ്റ് വൺ ഈസ് സിസ്റ്റം ഫെയിലിയർ, സോഫ്റ്റ്വെയർ ഡാമേജ്, ഡേറ്റ ലോസ്, വൈറസ് അറ്റാക്ക് എക്സെട്ര ആർ കോമൺ. ഫിഫ്ത്ത് വൺ ഈസ് അൺഎക്സ്പെക്റ്റഡ് എറേഴ്സ്. അപ്രതീക്ഷിതമായിട്ടുള്ള തെറ്റുകൾ വന്നേക്കാം. Computer system cannot check unanticipated errors committed by human beings. Next one is breaches of security. സുരക്ഷാ പ്രശ്നങ്ങളാണ്. Access by unauthorized persons, that is hacking, will mislead the accounting information. Next about the popular accounting software available in the market. അക്കൗണ്ടിംഗ് പർപ്പസിന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടാലി. ദ മോസ്റ്റ് പോപ്പുലർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ യൂസ്ഡ് നൗ എ ഡേയ്സ് ഈസ് ടാലി. നെക്സ്റ്റ് വൺ ഈസ് ജിനുഹാത്ത. ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ജിനുഹാത്ത. നെക്സ്റ്റ് വൺ ഈസ് ഫ്രഷ് ബുക്സ്. ഫോറിൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്രഷ് ബുക്സ്. ആൻഡ് ഓൾസോ വിങ്സ്. These are some of the accounting softwares most commonly used for accounting purposes. Then these accounting packages or accounting softwares are broadly classified into three. Accounting softwares ne pradhanamayitte മൂന്ന് കാറ്റഗറി ആയിട്ടാണ് തിരിക്കാറുള്ളത്. The first one is ready to use accounting softwares. It is more suitable to small scale business organizations
where the number of transactions are very low. പേര് സൂചിപ്പിക്കുന്നത് പോലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങി യാതൊരു മാറ്റവും വരുത്താതെ അതേപടി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് റെഡി ടു യൂസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. ചെറുകിട സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇടപാടുകൾ കുറഞ്ഞ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമാണ് റെഡി ടു യൂസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. സെക്കൻഡ്ലി, കസ്റ്റമൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ക്യാൻ ബി ഓൾട്ടേർഡ് ഫോർ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്സ്. കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെറിയ ക്രമീകരണങ്ങൾ ചെയ്യാൻ കഴിയുന്നവയാണ് കസ്റ്റമൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. And thirdly, tailored accounting softwares, specially designed to meet customer requirements, usually applicable to large scale organizations. വൻകിട സ്ഥാപനങ്ങൾ അവരുടെ ആവശ്യാനുസരണം സ്വന്തമായിട്ട് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുകയാണ്. സ്വന്തം ആവശ്യത്തിനായി മാത്രം ഡെവലപ്പ് ചെയ്യുന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസിനാണ് ടൈലേർഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുക. ഈ മൂന്ന് തരത്തിലുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിനെ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ദീസ് അക്കൗണ്ടിംഗ് പാക്കേജസ്? ദ ഫസ്റ്റ് ബേസിസ് ഈസ് അബൌട്ട് ദ നേച്ചർ ഓഫ് ബിസിനസ്. റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ഈസ് suitable to small scale business organizations, but customized is suitable for medium and large scale organizations. And tailored accounting software is suitable for large scale and typical business organizations. Secondly, about the cost of installation and maintenance. In case of ready to use accounting software, cost of installation and maintenance is low, but it is medium in customized accounting softwares and high in case of tailored accounting softwares. Then thirdly, about secrecy. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുമോ? റെഡി ടു യൂസിന് രഹസ്യ സ്വഭാവം വളരെ കുറവായിരിക്കും. കസ്റ്റമൈസ്ഡിന് മീഡിയമായിട്ടും എന്നാൽ ടൈലേർഡിന് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഹൈ ആയിരിക്കും. ഫോർത്തലി, about the number of users and their interface. റെഡി ടു യൂസിനാകുമ്പോൾ വളരെ കുറച്ച് യൂസേഴ്സിനെ ഒരേ സമയത്ത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കസ്റ്റമൈസ്ഡ് ആകുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചുള്ള സംവിധാനങ്ങളായിരിക്കും ഉണ്ടാവുക. എന്നാൽ ടൈലേർഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആകുമ്പോൾ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. നമ്പർ ഓഫ് യൂസേഴ്സിനോ അതിൻ്റെ ഇൻ്റർഫേസിനോ ലിമിറ്റ് ഉണ്ടാവില്ല. അഞ്ചാമതായി, ലിങ്കേജ് ടു അതർ ഇൻഫർമേഷൻ സിസ്റ്റംസ്. റെഡി ടു യൂസിൽ മറ്റ് ഇൻഫർമേഷൻ സിസ്റ്റവുമായിട്ട് ലിങ്കേജ് സാധ്യമായിരിക്കില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. കസ്റ്റമൈസ്ഡിലും ടൈലേർഡിലും അത് സാധ്യമാണ്. ദെൻ നെക്സ്റ്റ് അബൌട്ട് ദ അഡാപ്റ്റബിലിറ്റി. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താൻ കഴിയുന്നതാണോ? റെഡി ടു യൂസിൽ അഡാപ്റ്റബിലിറ്റി കൂടുതലായിരിക്കും. കസ്റ്റമൈസ്ഡിന് റിലേറ്റീവ്ലി ഹൈ ആണെങ്കിൽ ടൈലേർഡിന് സ്പെസിഫിക് ആണ്, അതിൻ്റെ നേച്ചർ അനുസരിച്ച് സ്പെസിഫിക് ആണ്. ദ ലാസ്റ്റ് വൺ ഈസ് അബൌട്ട് ട്രെയിനിങ് നീഡ്സ്. റെഡി ടു യൂസിൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. കസ്റ്റമൈസ്ഡ് ആണെങ്കിൽ ചെറിയ തോതിലുള്ള ട്രെയിനിങ് ആവശ്യമായിട്ട് വന്നേക്കാം. ടൈലേർഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആകുമ്പോൾ ട്രെയിനിങ് റിക്വയർമെൻറ്റ്സ് ഹൈ ആയിരിക്കും. ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് അബൌട്ട് ഫാക്ടേഴ്സ് ടു ചൂസ് ആൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഘടകങ്ങൾ പരിഗണിക്കണം? അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് ടു ചൂസ് ആൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ. ഫസ്റ്റ് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി. ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ടു ദ ഓർഗനൈസേഷൻ ഓഫ് varied nature. It must be suitable to different operating systems like Windows or Linux. Secondly, cost of installation and maintenance. ഇൻസ്റ്റലേഷനും മെയിൻ്റനൻസിനുമുള്ള ചെലവുകളുടെ കാര്യം. എ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ് മസ്റ്റ് ബി ഡൺ ബിഫോർ സോഴ്സിങ്. ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ കോസ്റ്റും അതിൻ്റെ ബെനഫിറ്റും കമ്പയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. സം ആർ വെരി ചീപ്ലി അവൈലബിൾ, but heavy maintenance cost and training cost are involved. Third one is size of organization. സ്ഥാപനത്തിന്റെ വലിപ്പം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്.
Small and not-for-profit organizations may choose simple and single-user packages. Fourthly, ease of adaptation and training needs. അടിക്കടി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണോ, കൂടുതൽ ട്രെയിനിങ് ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് വേണം ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ സെലക്ട് ചെയ്യാൻ. ബെറ്റർ ടു സെലക്ട് സിമ്പിൾ യൂസർ ഫ്രണ്ട്ലി പാക്കേജസ് റിക്വയറിംഗ് ലെസ് ട്രെയിനിങ് ടു യൂസേഴ്സ്. അഞ്ചാമതായി യൂട്ടിലിറ്റീസും MIS റിപ്പോർട്ടുകളും പരിഗണിക്കേണ്ടതുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് നമുക്ക്, അതോടൊപ്പം തന്നെ ഏതൊക്കെ റിപ്പോർട്ടുകൾ മാനേജ്മെൻറ്റിന് ഇതിലൂടെ ആവശ്യമുണ്ട്, ഈ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നമ്മൾ സെലക്ട് ചെയ്യാൻ. If we want to generate only the final accounts may depend on a ready-to-use software. Sixth one is level of secrecy. എത്രമാത്രം സീക്രസി നമുക്ക് ആവശ്യമുണ്ട്. Secrecy should be maintained by protecting the software by password. കൂടുതൽ സീക്രസി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൈലേർഡ് സോഫ്റ്റ്വെയർസ് ആണ് റെക്കമെൻഡ് ചെയ്യേണ്ടത്. Seventh point is exporting or importing data facility. മറ്റ് സോഫ്റ്റ്വെയറുകളിലേക്ക് ഡേറ്റയെ കൊണ്ടുപോകാനുള്ള സംവിധാനം, അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലേക്ക് ഡേറ്റയെ കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ടോ എന്ന് നോക്കണം. In order to make reporting more flexible, importing and exporting data or reports to spreadsheet is essential. Vendors' reputation and capability. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത കമ്പനികളുടെ പ്രത്യേകതകൾ, അവരുടെ സൽപ്പേര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. We should also consider the reputation and capability of software suppliers before choosing the software. Thank you all for watching this video.